നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വനാതിർത്തിയോട് ചേർന്ന ജനവാസ മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പി ജെ ജോസഫ് MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വനാതിർത്തിയോടനുബന്ധിച്ച് 10 കിലോമീറ്ററോളം ദൂരത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കേണ്ടി വരുമെന്ന് വിലയിരുത്തൽ. ഫെൻസിംഗ് സ്ഥാപിക്കാൻ MLAയും MP-യും ചേർന്ന് 18 ലക്ഷം രൂപ അനുവദിച്ചു. മൂന്നാറിലെ സർക്കാർ അതിഥി മന്ദിരത്തോട് ചേർന്ന് വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളോടനുബന്ധിച്ച് സൗകര്യപ്രദവും മനോഹരവുമായ അതിഥി മന്ദിരങ്ങൾ ആരംഭിക്കുകയെന്നത് ടൂറിസം വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് മന്ത്രി. PV അൻവറുമായി ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. അൻവറിന്റെ നിലപാടുകളോട് യോജിപ്പുണ്ട്. BJP പ്രവേശനം മാധ്യമ സൃഷ്ടിയാണെന്നും ഇപ്പോഴത്തെ MLA തന്റെ പേര് വെട്ടുന്നതായും S രാജേന്ദ്രൻ. കട്ടപ്പനയിലെ ട്രേഡിംഗ് സ്ഥാപനത്തിൽ നിന്ന് 120 കിലോ ഏലക്ക മോഷണം പോയി. മോഷണം നടന്നത് തോപ്രാംകുടി മുണ്ടിയാങ്കൽ ബിബിൻ മാത്യുവിന്റെ ഉടമസ്ഥതയിൽ ജ്യോതിസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന RMS സ്പൈസസിൽ. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് ദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. വിശദമായ വാർത്തകളിലേക്ക്. മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വനാതിർത്തിയോട് ചേർന്ന ജനവാസ മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പി ജെ ജോസഫ് MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വനാതിർത്തിയോടനുബന്ധിച്ച് 10 കിലോമീറ്ററോളം ദൂരത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കേണ്ടി വരുമെന്ന് യോഗം വിലയിരുത്തി. ഫെൻസിംഗ് സ്ഥാപിക്കാൻ MLAയും MP-യും ചേർന്ന് 18 ലക്ഷം രൂപ അനുവദിച്ചു. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനായി 10 ലക്ഷം രൂപ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും നൽകുമെന്ന് പി ജെ ജോസഫ് MLAയും 8 ലക്ഷം രൂപ MP ഫണ്ടിൽ നിന്ന് നൽകാമെന്ന് ഡീൻ കുര്യാക്കോസ് MP-യും അറിയിച്ചു. ബാക്കി ആവശ്യം വരുന്ന തുക അനുവദിക്കുന്ന കാര്യം ജില്ലാ കളക്ടറുമായി ആലോചിച്ച് നടപടി കൈക്കൊള്ളാമെന്ന് സബ് കളക്ടർ യോഗത്തിൽ അറിയിച്ചു. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള വിശദമായ എസ്റ്റിമേറ്റ് അടിയന്തരമായി തയ്യാറാക്കാൻ മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. എസ്റ്റിമേറ്റ് ലഭിച്ചാൽ ഉടൻ പദ്ധതി നിർദ്ദേശം കളക്ടർക്ക് നൽകും. നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ആവശ്യത്തിന് വാളറ മുതൽ നീണ്ടപാറ വരെ പെൻസ്റ്റോക്ക് പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. പെൻസ്റ്റോക്ക് പൈപ്പുകൾ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ ഉൾവനങ്ങളിലേക്ക് കാട്ടാനകൾക്ക് കടന്നു പോകാനാകുന്നില്ല. പെൻസ്റ്റോക്ക് പൈപ്പ് കടന്നുപോകുന്ന വഴിയിൽ ആനയുടെ സ്വാഭാവിക സഞ്ചാരം സുഗമമാക്കാൻ റാമ്പ് നിർമ്മിക്കുന്ന കാര്യം വനംവകുപ്പ് ആലോചിച്ചു വരികയാണെന്ന് DFO വ്യക്തമാക്കി. കാടിനുള്ളിലേക്ക് അവശേഷിക്കുന്ന കാട്ടാനകളെ കയറ്റിവിടുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കണമെന്നും വനപ്രദേശങ്ങളോട് ചേർന്ന് അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്ന ജോലി ഉടൻ തുടങ്ങണമെന്നും പി ജെ ജോസഫ് MLA നിർദ്ദേശിച്ചു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന വരാതിരിക്കത്തക്കവണ്ണം ഇപ്പോൾ എറണാകുളം ജില്ലയിലെ 5 കിലോമീറ്റർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഒരു 10 കിലോമീറ്റർ കൂടെ ചെയ്യേണ്ടത്. ഇപ്പം ഫോറസ്റ്റുകാർ പറയുന്നത് 30 ലക്ഷം രൂപ കൊണ്ട് തീർക്കാവുന്നുണ്ട്. എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി തുടങ്ങി വയ്ക്കാൻ ഒരു 10 ലക്ഷം രൂപ MLA ആസ്തി വികസന ഫണ്ടിൽ, 8 ലക്ഷം രൂപ MP ഇമ്മീഡിയറ്റായിട്ടാണ്. പിന്നെ ബാക്കി ഫണ്ട് ഉണ്ടാകണം. അതിന് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇടുക്കി പാക്കേജിൽ നിന്നും ഉണ്ടാകത്തക്ക വഴി എപ്പോഴും എടുക്കുകയാണ്. ഏതായാലും ഈ 10 കിലോമീറ്റർ ചെയ്യുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജനവാസ മേഖലയിലുള്ള കുറച്ച് ആനകളുണ്ട്. അതിനപ്പുറം കടത്തിവിടാനുള്ള ഒരു ഡ്രൈവ് അടിയന്തരമായി. RRT സംഘത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും മുള്ളരിങ്ങാട് മേഖലയിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തിപ്പെടുത്തണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും വന്നിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന പ്രൊജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുമുള്ള ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. അത് ഇപ്പോൾ RKBയുടെ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 5 കിലോമീറ്റർ പൂർത്തീകരിച്ചു. നല്ല ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അത് 10 കിലോമീറ്റർ ഭാഗം ഫെൻസിംഗ് ഇടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ 10 കിലോമീറ്ററിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വന്നിട്ടുണ്ടോ, അത് പിന്നെ പ്രോജക്റ്റ് റെഡിയാണോ? അതായത് മുള്ളരിങ്ങാട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു
ഭയാശങ്ക ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു സഹോദരൻ 20 വയസ്സ് മാത്രം പ്രായമുള്ള അമീർ മരണപ്പെട്ടപ്പോൾ ഉണ്ടായതായിട്ടുള്ള ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി രംഗപ്രവേശനം ചെയ്യേണ്ടതായിട്ട്. മുള്ളരിങ്ങാട് മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കാനും കൂടുതൽ വാച്ചർമാരെ നിയമിക്കുന്ന കാര്യവും പരിഗണനയിൽ ഉണ്ടെന്ന റേഞ്ച് ഓഫീസർ ടോമിൻ ജെ അരഞ്ഞാണി പറഞ്ഞു. ഫണ്ട് റെഡിയാവുന്ന വർക്ക് തന്നെ നമ്മൾ ഒരിടത്തും താമസം വരില്ലാത്ത രീതിക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഈ ഡ്രൈവിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതലൊരു സേന വേണം, നാട്ടുകാരുടെ സഹകരണം വേണം. അതുപോലെ പെരിയാറിന് കരയിലുള്ള ഒരു ഫെൻസിങ് ഇപ്പോൾ പൂർത്തിയായി വരുന്നുണ്ട് നബാർഡിൻ്റെ കീഴിൽ. ആ ഫെൻസിങ്ങും പൂർത്തിയായെങ്കിൽ നമുക്ക് ഈ ആനകൾ ഡ്രൈവ് ചെയ്ത് കടത്തിയതിന് ശേഷം അത് അടച്ചെങ്കിലും ഉപകാരം ഉണ്ടാകും. അപ്പോൾ ആ ഫെൻസിങ് പൂർത്തിയാവുന്ന മുറയ്ക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതായത് 3 കിലോമീറ്റർ അവിടെ ടോട്ടൽ 5 കിലോമീറ്ററാണുള്ളത്. അത് പൂർത്തിയാവുന്നതോട് കൂടി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ അതിനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. യോഗത്തിൽ സബ് കളക്ടർ അനൂപ് ഖാർഗ് IAS, കോതമംഗലം DFO PU സാജു IFS, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു, തഹസിൽദാർ സക്കീർ, മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസർ ടോമിൻ ജെ അരഞ്ഞാണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രവി കൊച്ചിടക്കുന്നേൽ, അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളോടനുബന്ധിച്ച് സൗകര്യപ്രദവും മനോഹരവുമായ അതിഥി മന്ദിരങ്ങൾ ആരംഭിക്കുകയെന്നത് ടൂറിസം വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മൂന്നാറിലെ സർക്കാർ അതിഥി മന്ദിരത്തോട് ചേർന്ന് വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂരിലും പൊന്മുടിയിലും പുതിയ ഗസ്റ്റ് ഹൌസ് കെട്ടിടങ്ങൾ ഈ വർഷം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിന് ശേഷം ലോകമാകെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നെങ്കിലും ഇടുക്കി ജില്ലയിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായത്. 2023 1,04,037 വിദേശ വിനോദസഞ്ചാരികൾ ഇടുക്കി സന്ദർശിച്ചു. ഇവരിലേറെയും മൂന്നാറിലാണ് എത്തിയതെന്നത് പ്രാധാന്യത്തോടെ കാണുന്നു. ടൂറിസം രംഗത്ത് റവന്യൂ വരുമാനത്തിലും വലിയ വർധനവുണ്ടായി. മൂന്നാറിൽ സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കും. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ നയിക്കാൻ പ്രാപ്തമാണ് ഇടുക്കിയും മൂന്നാറും. ജില്ലയുടെ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും ടൂറിസം മേഖലയിൽ നടപ്പാക്കുന്ന സീപ്ലെയിൻ സർവീസിന്റെ പ്രധാന ഗുണഭോക്താവായി ഇടുക്കി മാറുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. 6,84,00,000 രൂപ ചെലവഴിച്ചാണ് ഈ കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ പോയി കാര്യങ്ങളൊക്കെ കണ്ടതാണ്. VIP റൂമുകൾ, നല്ല സൗകര്യമുള്ള VIP റൂമുകൾ 10. VIP റൂമുകളടക്കം 10 റൂമുകളാണ് ഇപ്പോൾ ഈ പുതിയ കെട്ടിടത്തിലുള്ളത്. അതുപോലെ ഒരു 80 പേർക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സൗകര്യമുള്ള മനോഹരമായ ഒരു കോൺഫറൻസ് ഹാൾ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പലരുമായി ചർച്ച ചെയ്തു, പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിലുള്ളവരുമായി ചർച്ച ചെയ്ത് നിർബന്ധമായും സൗകര്യം ഒരുക്കണമെന്നൊക്കെ പറഞ്ഞു. ഈ ഗസ്റ്റ് ഹൗസിൻ്റെ പ്രത്യേകത ഡ്രൈവർമാർക്ക് താമസിക്കുവാനും വിത്ത് ബാത്റൂം സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഗസ്റ്റ് ഹൗസാണ് ഗസ്റ്റ് ഹൗസ് എന്നുള്ളതാണ്. അത് പ്രത്യേകം ഇവിടെ അറിയിക്കാൻ ഞാൻ പരിപാടിയിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാക്വലിൻ മേരി, മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗം റീന മുത്തുകുമാർ, ടൂറിസം അഡീഷണൽ ഡയറക്ടർ വിഷ്ണുരാജ്, ഹാബിറ്റാറ്റ് സെക്രട്ടറി P വിനോദ്, ടൂറിസം ജോയിന്റ് ഡയറക്ടർമാരായ TG അഭിലാഷ്, GL രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ കെട്ടിടം തുറന്നതോടെ മൂന്നാറിൽ സർക്കാർ വകുപ്പുകളുടെ പരിപാടികളും യോഗങ്ങളും നടത്താൻ സ്വകാര്യ ഇടങ്ങളെ മാത്രം ആശ്രയിക്കുന്ന സാഹചര്യമാണ് ഒഴിവാകുന്നത്. PV അൻവറുമായി ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. വനം വകുപ്പിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ അൻവർ ആവശ്യപ്പെട്ടതായി S രാജേന്ദ്രൻ പറഞ്ഞു. അൻവറിന്റെ നിലപാടുകളോട് യോജിപ്പുണ്ട്. സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ താൻ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. BJP പ്രവേശനം മാധ്യമ സൃഷ്ടിയാണ്. 4 വർഷമായി ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലെയാണ്. സർക്കാർ പരിപാടികളിൽ നിന്ന് പോലും മാറ്റി നിർത്തുന്നു. മുൻ MLA എന്ന പേര് വയ്ക്കുന്നത് AK മണിയുടെ മാത്രം. AK മണിക്ക് ശേഷം MLA ആയ ആളാണ് താൻ. ഇപ്പോഴത്തെ MLA തന്റെ പേര് വെട്ടുന്നതായും S രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു. അൻവരെ യാത്രക്കിടയിൽ കണ്ടു, അല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ട് കണ്ടതല്ലോ. ഒരു യാദൃശ്ചികമായി കണ്ടുമുട്ടലാണ്. ആശയവിനിമയങ്ങൾ നടത്തി, സംസാരിച്ചു. അതൊരു സൗഹൃദമായി. നേരത്തെ പുള്ളി ഞാനെല്ലാം ഒരുമിച്ചിരുന്ന സമയമുള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ പുള്ളി ഒരു എല്ലാവരും ഓടിച്ചെന്ന് തിരക്കുന്നതുകൊണ്ട് നമ്മളും കണ്ടപ്പോൾ കണ്ടില്ല എന്ന് പോകാൻ ഒക്കത്തില്ല.
അങ്ങനെ കണ്ടു, സംസാരിച്ചു. സംസ്ഥാന തലത്തിൽ ഒരു ജാഥ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജാഥയിൽ സഹകരിക്കണം എന്ന് പറഞ്ഞു. സമരം വനവകുപ്പിനെതിരെയാണ്. നല്ല സമരമാണ്, ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്, നടക്കട്ടെ. അപ്പോൾ എത്തിച്ചേരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ആലോചിക്കാം എന്ന് പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ പരിപാടികളിൽ, മിനിസ്റ്റർമാരുടെ പരിപാടികളിൽ മുൻ MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ പോയില്ലെങ്കിൽ നോട്ടീസിൽ പേര് വെക്കേണ്ട ബാധ്യത, പ്രോട്ടോക്കോൾ ഉണ്ട്. ആ ബോധമില്ലാത്ത ആളുകളല്ല ഉദ്യോഗസ്ഥന്മാരും മറ്റും. ആ നോട്ടീസ് അംഗീകരിക്കേണ്ടത് MLA ആണ്. MLAക്ക് മുൻ MLA AK മണിയാണ് എന്ന് അത്ര മറതി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതിനെ ബോധപൂർവം ഒഴിവാക്കുവാൻ ശശി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ രാജേന്ദ്രന് പാർട്ടിപരമായോ ഭരണപരമായോ ആനുകൂല്യം കിട്ടരുത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കട്ടപ്പനയിലെ ട്രേഡിംഗ് സ്ഥാപനത്തിൽ നിന്ന് 120 കിലോ ഏലക്ക മോഷണം പോയി. തോപ്രാങ്കുടി മുണ്ടിയാങ്കൽ ബിബിൻ മാത്യുവിന്റെ ഉടമസ്ഥതയിൽ ജ്യോതിസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന RMS സ്പൈസസിലാണ് പുലർച്ചെ മോഷണം നടന്നത്. കയറ്റുമതി ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന ഗ്രേഡ് ഏലക്കയാണ് മോഷണം പോയത്. കട്ടപ്പന ജ്യോതിസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന RMS സ്പൈസസിലാണ് മോഷണം നടന്നത്. കുപ്രസിദ്ധ മോഷ്ടാവ് കാമാക്ഷി SI എന്നറിയപ്പെടുന്ന ബിജുവും മറ്റൊരാളും ചേർന്നാണ് മോഷണം നടത്തിയതെന്നാണ് സംശയം. കട്ടപ്പന ട്രീസ എഞ്ചിനീയേഴ്സിന്റെ ഗുഡ്സ് ഓട്ടോറിക്ഷയും ഏലക്ക കടത്താനായി മോഷ്ടിച്ചു. ഈ വാഹനം ചെറുതോണി പാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഉള്ളിൽ കടക്കാതെ അടിവശത്തെ നിലയിലെ ജനാല തകർത്ത് ചാക്ക് തുരന്ന് ഏലക്ക മോഷ്ടിക്കുകയായിരുന്നു. ജനാലയിലൂടെ ചാക്കിൽ നിന്ന് ഏലക്ക വാരിയെടുത്ത് കൈവശമുണ്ടായിരുന്ന മറ്റൊരു ചാക്കിൽ നിറച്ചു. 3 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ഏലക്ക നഷ്ടമായതായി സ്ഥാപന ഉടമ ബിബിൻ മാത്യു പറഞ്ഞു. എൻ്റെ ചെറുപ്പക്കാർ അതിനകത്ത് വിഷ്വൽ കാണാം, ക്യാമറക്കകത്ത് കിട്ടിയിട്ടുണ്ട്. അവർ വന്ന് 3 ചാക്കുകൾ ഇറക്കുക, 120 കിലോ ഗ്രേഡ് ചെയ്ത കായ സ്റ്റിച്ചസോണാണ്. ഒരു ഓട്ടോറിക്ഷ മഞ്ഞ പെട്ടി ആപ്പയിൽ കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. ഈ കായ ഏതെങ്കിലും കടകളിൽ എത്തുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഏലക്ക ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നത് സ്ഥാപനത്തിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. ജനാലയോട് ചേർന്ന് ഏലക്ക പുറത്തു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്ന വിവരമറിയുന്നത്. ജനാലയുടെ കമ്പികൾ മുറിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഈ നീക്കം ഉപേക്ഷിച്ചു. കയറ്റുമതി ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന ഗ്രേഡ് ഏലക്കയാണ് മോഷണം പോയത്. ഉടമയുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇടുക്കിയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് ദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. അമ്പലത്തിൽ സൂക്ഷിച്ചിരുന്ന നിലവിളക്കുകൾ മോഷണം പോയി. കാണിക്കവഞ്ചി കുത്തി തുറക്കാനും ശ്രമം നടന്നു. സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസമാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ക്ഷേത്രത്തിൽ മോഷണം നടന്നതായി കണ്ടെത്തിയത്. അമ്പലത്തിലെത്തിയ പൂജാരിയാണ് ക്ഷേത്രത്തിലെ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറി തുറന്നു കിടക്കുന്നതായി ആദ്യം കാണുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അമ്പലത്തിലേക്ക് കാണിക്കയും സംഭാവനയുമായി ലഭിച്ച നിലവിളക്ക്, വിവിധ പാത്രങ്ങൾ തുടങ്ങിയവ സൂക്ഷിച്ചിരുന്ന ചാക്ക് തുറന്നിട്ടിരിക്കുന്നതായി കണ്ടെത്തി. ഇതോടെയാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. മുൻപും ക്ഷേത്രത്തിൽ മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ഇടുക്കി SP-ക്കുൾപ്പെടെ പരാതി നൽകാനാണ് അധികൃതരുടെ തീരുമാനം. കട്ടപ്പന റേഷൻ കട കുന്തളമ്പാറ ജംഗ്ഷനിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. വെള്ളിയാഴ്ച രാത്രിയാണ് കുഴുത്തുളു സ്വദേശി സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത്. പാതയിലുള്ള വളവിൽ നിയന്ത്രണം നഷ്ടമായ വാഹനം ഡിവൈഡറിലും കലുങ്കിലും ഇടിച്ച ശേഷം തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം നടന്നത്. പാറക്കടവ് പള്ളിക്കവല ബൈപ്പാസ് റോഡിൽ സഞ്ചരിച്ചിരുന്ന വാഹനം കുന്തളമ്പാറ റേഷൻ കട ജംഗ്ഷനിൽ വളവിൽ നിയന്ത്രണം നഷ്ടമായി തോട്ടിലേക്ക് മറിയുകയായിരുന്നു. കുഴുത്തുളു സ്വദേശി സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിന്നും ഉയർന്നു പൊങ്ങിയ വാഹനം തോടിന്റെ സംരക്ഷണ ഭിത്തിയിൽ ഇടിക്കുകയും തുടർന്ന് തോട്ടിലേക്ക് വീഴുകയുമായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. വാഹനം അപകടത്തിൽപ്പെട്ടതിന്റെ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മേഖലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാത്തത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഒരാളെ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വണ്ടി ഓടിച്ച് വന്നു. വണ്ടി തോട്ടിലേക്ക് വീഴുന്നതിൻ്റെ സൗണ്ട് കേട്ട് ഞങ്ങൾ എണീറ്റ് വരുമ്പോൾ വണ്ടി തോട്ടി കിടപ്പുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ തല്ലിപ്പൊട്ടിച്ച് ആളിനെ കരക്കി കയറ്റി തലേ വന്നൊരു വണ്ടി തടഞ്ഞു നിർത്തി അതിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇവിടെ ഒരു സാധാരണ ഒരു അപകട വളവാണ്. എല്ലാ ദിവസവും ഇവിടെ അപകടങ്ങൾ സാധാരണ ഉണ്ടാകുന്ന രീതിയിൽ വണ്ടികൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കമ്പില്ല, മറ്റേ യാതൊരു സിഗ്നലും ഇല്ല. 2 സൈഡിൽ നിന്ന് വണ്ടി നല്ല സ്പീഡിൽ വരും. ഇവിടെ ആ വളവ് ഒരു അപകട വളവാണത്. ഇവിടെ ഈ അപകടത്തിന് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ഇവിടെ എന്തെങ്കിലും ഒരു അപകട മുന്നറിയിപ്പ് വെക്കേണ്ടത് അത്യാവശ്യമാണ്.
തമിഴ്നാട്ടിൽ നിന്നും ശബരിമല തീർത്ഥാടകരുടെ വാഹനം പാറക്കടവിൽ നിന്നും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. സീസൺ ആരംഭിച്ചതോടെ പാതയിൽ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ കുറവ് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി കാൽനട യാത്രക്കാരും ആശ്രയിക്കുന്ന പാത കൂടിയാണിത്. BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ അമിത വേഗതയിലാണ് പല വാഹനങ്ങളും സഞ്ചരിക്കുന്നത്. മുൻപും ഇവിടെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള കട്ടപ്പന നഗരസഭയുടെ പുതിയ പരിഷ്കരണത്തിൽ പ്രതിഷേധവുമായി വ്യാപാരികൾ. സ്വകാര്യ ഏജൻസിക്ക് മാലിന്യ നീക്കത്തിനായി അനുമതി നൽകിയതോടെ സ്ഥാപനങ്ങളിൽ ജൈവ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. വ്യാപാരികളുടെ പ്രതിസന്ധിയിൽ ഇടപെടാത്ത സംഘടനകളിൽ നിന്നും വ്യാപാരി വ്യവസായി സമിതിയിലേക്ക് കച്ചവടക്കാർ കൂട്ടത്തോടെ മാറി. കഴിഞ്ഞ ദിവസം മുതൽ കട്ടപ്പന നഗരസഭയിലെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകൾ, അപ്പാർട്ട്മെന്റ് എന്നിവയിൽ നിന്നുമുള്ള ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ സ്വകാര്യ ഏജൻസിക്ക് നഗരസഭ അനുമതി നൽകിയിരുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. എന്നാൽ മാലിന്യ നീക്കം കൃത്യമായി നടക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ ആരോപണം. കട്ടപ്പന മുനിസിപ്പാലിറ്റി അസോസിയേഷനോട് ചേർന്ന് ഈ വേസ്റ്റ് പദ്ധതിയെല്ലാം പുറത്തുള്ള ആൾക്കാർക്ക് മറിച്ച് വയ്ക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വേസ്റ്റ് പന്നിഫാമുകാർ വന്ന് എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം പന്നിഫാമുകാരും വന്ന് എടുക്കാൻ പോകുന്നില്ലാത്തതുകൊണ്ട് കടകളുടെ ഫ്രണ്ടിൽ കൂടെ വേസ്റ്റ് ഇരിക്കുകയാണ്. അതെല്ലാവരും പൊതുജനങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആരും ഇതിന് 1 കിലോയ്ക്ക് 5 രൂപ 7 രൂപ വെച്ച് കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത്, വന്നവർ പറയുന്നത്. ഇന്ന് അവർ വന്നിട്ട് അവർ പൈസ എടുത്തോണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് വന്നാറും വേസ്റ്റൊന്നും എടുത്തില്ല. എല്ലാ കടക്കാരുടെയും ഫ്രണ്ടിൽ കൂടെ വേസ്റ്റ് ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ അസോസിയേഷനിൽ പറയുമ്പോൾ അസോസിയേഷൻ ആലോചിക്കുന്നു പറയും. മുനിസിപ്പാലിറ്റി ചെല്ലുമ്പോൾ അവർ പറയും തീരുമാനമായെന്ന് പറയും. ഒരു തീരുമാനമില്ല. ഇത് വരുന്ന ദിവസങ്ങളിൽ ഈ വേസ്റ്റുകൾ കൂടുതലല്ലാതെ ഈ വേസ്റ്റുകളൊന്നും കുറേ പന്നിവാമുകാർ ചോദിച്ചാൽ പന്നിവാമുകാർ എടുക്കുന്നില്ല, അവരെ എടുക്കാൻ സമ്മതിക്കുന്നില്ല. മാലിന്യ നീക്കം നടക്കാത്തതിനാൽ ദുർഗന്ധം വമിക്കുന്ന ജൈവ മാലിന്യമടക്കം സ്ഥാപനങ്ങൾക്കുള്ളിൽ കെട്ടിക്കിടക്കുന്നുവെന്നും മുൻപ് പന്നിക്കർഷകർ ഉൾപ്പെടെയുള്ളവർ മാലിന്യം ശേഖരിക്കുമ്പോൾ ഇത്തരത്തിലെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ലെന്നും കച്ചവടക്കാർ പറയുന്നു. മുനിസിപ്പാലിറ്റി ഈ വേസ്റ്റ് എടുക്കുന്നതിന് വേറൊരു ടെൻഡർ വെച്ചിട്ട് വേറൊരു കമ്പനിക്ക് കൊടുക്കുകയും 5 കിലോ വരെയുള്ള വേസ്റ്റിന് 50 രൂപയും അതിന് മുകളിലോട്ട് വരുന്ന ഓരോ കിലോ വേസ്റ്റിന് 7 രൂപ എന്ന നിരക്കിൽ വീടാക്കാനായിട്ടാണ് വ്യാപാരികളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഭീമമായ തുക നൽകാനായിട്ടുള്ളൊരു കച്ചവട കാര്യങ്ങളൊന്നും ഇപ്പം ഇവിടെ നടക്കുന്നില്ല. ഒന്നാമത് സാമ്പത്തിക മാന്ദ്യം, കച്ചവട മാന്ദ്യം നടക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയുന്നതല്ല. ഈ 2-3 ദിവസമായിട്ട് ഇവിടെ വേസ്റ്റ് കെട്ടിക്കിടക്കുകയാണ്. ഇതിനൊരു തീരുമാനം കട്ടപ്പന നഗരസഭ എടുക്കേണ്ടതാണ്. സംഭവത്തിൽ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഒത്തുചേർന്ന സാധാരണക്കാരായ കച്ചവടക്കാർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നാണ് ആരോപണം. അതുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായി സമിതിയിലേക്ക് അംഗത്വം എടുക്കുകയാണെന്നും കച്ചവടക്കാർ പറഞ്ഞു. ഒന്നാമത് വ്യാപാര പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ കച്ചവടമില്ല, മാർക്കറ്റിലെ കച്ചവടങ്ങൾ മുഴുവൻ പോയി. ആ സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും ഭീമമായ ഒരു തുക കൊടുക്കാൻ സാധിക്കില്ല. അതിന് അസോസിയേഷൻകാർ നമ്മളോടൊന്നും ചോദിക്കുമോ, വ്യാപാരികളുടെ ഒരു എതിർപ്പോ കാര്യങ്ങൾ ഇതൊന്നും ചോദിക്കാതെയാണ് അവർ ഇതിനെല്ലാം പോയി മുൻകൈ എടുത്തേക്കുന്നത്. അതിനെല്ലാം ഞങ്ങൾ വ്യവസായിന്ന് ഞങ്ങൾ മാറി ഇപ്പം വ്യാപാര സമിതി കൂടാൻ തീരുമാനിച്ചു. നിലവിൽ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കട്ടപ്പനയിലെ വ്യാപാരി സമൂഹം കടന്നു പോകുന്നത്. പ്രമുഖ വ്യാപാരി സംഘടനയടക്കം ചെറുകിട കച്ചവടക്കാരുടെ നിലനിൽപ്പിന് ശ്രമിക്കാതെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം നഗരസഭയുടെ പരിഷ്കാരങ്ങൾ സാധാരണക്കാർക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നു. മാലിന്യ നീക്കം നടക്കാത്തതിനു പുറമെ ഈ പ്രവർത്തനം സ്വകാര്യ ഏജൻസിക്ക് നൽകിയതോടെ വലിയ തുക യൂസർ ഫീയായും നൽകേണ്ടി വരികയാണ്. ഇത് സാധാരണ തോതിലുള്ള കച്ചവടക്കാർക്ക് ഇരട്ടി പ്രഹരവും നഷ്ടവും ഉണ്ടാക്കുന്നു. 5 കിലോ വരെ 50 രൂപയും 5 കിലോയിലധികം വരുന്ന മാലിന്യത്തിന് കിലോയ്ക്കനുസരിച്ച് വേറെ തുകയും നൽകേണ്ടി വരുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വിഷയത്തിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. മറ്റ് സംഘടനയിൽ നിന്നും വ്യാപാരി വ്യവസായി സമിതിയിലേക്ക് ചേർന്നവർക്ക് ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അംഗത്വം നൽകി. പന്നിക്കർഷകരെ ദുരിതത്തിലാക്കുന്ന സംഭവത്തിൽ ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി കട്ടപ്പന നഗരസഭയ്ക്ക് നിവേദനം നൽകി. നഗരത്തിലെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ സ്വകാര്യ ഏജൻസിക്ക് അനുമതി കൊടുത്തതോടെയാണ് പന്നിക്കർഷകർക്ക് തീറ്റ ലഭ്യമാക്കാത്ത സ്ഥിതി ഉണ്ടായത്. അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി അസോസിയേഷൻ നേതൃത്വം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മുതലാണ് കട്ടപ്പന നഗരത്തിലെ സ്ഥാപനങ്ങൾ, വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ എന്നിവയിൽ നിന്നും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ അനുമതി സ്വകാര്യ കമ്പനിക്ക് നൽകിയത്. ഇതിനു മുൻപ് വരെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമെല്ലാം പന്നിക്കർഷകർ ഉൾപ്പെടെയാണ് മിച്ചഭക്ഷണം ശേഖരിച്ചിരുന്നത്. ഇത്തരത്തിൽ സ്വകാര്യ ഏജൻസി ഇനി മുതൽ യൂസർ ഫീ ഈടാക്കി മാലിന്യം ശേഖരിക്കുമ്പോൾ തങ്ങൾക്ക് ലഭ്യമാകേണ്ട മിച്ചഭക്ഷണം ലഭിക്കാതെ പോവുകയും പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് അസോസിയേഷന്റെ വാദം. 30/9/2021 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്ത യോഗത്തിൽ കോഴി വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളും ഹോട്ടലുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നുമുള്ള മിച്ചഭക്ഷണങ്ങളും
ഫാമുകളിൽ പന്നികളുടെ തീറ്റ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ളത് കൃത്യമായി സംസ്കരിക്കുന്ന ഏജൻസികൾ പോലുള്ള സംവിധാനങ്ങൾക്ക് നൽകണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഷീല പി ഇത് സംബന്ധിച്ച അറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്നാൽ കട്ടപ്പന നഗരസഭാ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും സർക്കാർ തീരുമാനത്തെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭ അധികൃതർക്ക് നിവേദനം നൽകിയത്. സംസ്ഥാന മേടിച്ചിൽ മാഡം ഞങ്ങളുടെ പന്നികർഷക പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും പന്നികൃഷിക്കാരെ തീറ്റയ്ക്ക് യാതൊരു തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ മാലിന്യ സംസ്കരണ ഏജൻസിയെ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്ന കൃത്യമായ ഡയറക്ഷൻ ഇന്ന് കിട്ടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബാക്കി ചർച്ച ചെയ്ത് കൃത്യമായ ഡയറക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. പന്നികൃഷിക്കാരുടെ കാര്യം തീറ്റ സംബന്ധിച്ച വിഷയം പന്നികൃഷിക്കാരുടെ തീറ്റ സംബന്ധിച്ച വിഷയത്തിന് ഉറപ്പാക്കിയതിനു ശേഷമേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ കൃഷിക്കാർക്ക് ഉറപ്പ്. LSFA ജില്ലാ പ്രസിഡന്റ് സുജ നായർ, സംസ്ഥാന കോർഡിനേറ്റർ മെച്ചോ ഫ്രാൻസിസ്, സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് കുമാർ പ്രകാശ്, അംഗങ്ങളായ സച്ചിൻ തോമസ്, സുജിത് മാത്യു, ആൽവിൻ തോമസ്, സുമോദ് മാത്യു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അധികൃതർക്ക് നിവേദനം നൽകിയത്. CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇടുക്കിയുടെ വികസനം, വളർച്ച, ടൂറിസത്തിലൂടെ എന്ന വിഷയത്തിൽ മൂന്നാറിൽ സെമിനാർ സംഘടിപ്പിച്ചു. ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂന്നാർ ഈസ്റ്റ് എൻഡ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിലായിരുന്നു CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇടുക്കിയുടെ വികസനം, വളർച്ച, ടൂറിസത്തിലൂടെ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ജില്ലയുടെ ടൂറിസം വികസനത്തിനായി വേണ്ടുന്ന വിവിധ വിഷയങ്ങൾ സെമിനാർ ചർച്ച ചെയ്തു. ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഏറ്റവും വളർച്ച ഈ സമീപകാലങ്ങളിൽ ഉണ്ടായ ടൂറിസ്റ്റ് കേന്ദ്രം മൂന്നാറാണ്. ജില്ല ഇടുക്കിയാണ്. മൂന്നാർ, തേക്കടി, ഇടുക്കി, വാഗമൺ തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വിദേശ സഞ്ചാരികളെ വലിയ നിലയിലേക്ക് ഈ സമീപകാലത്ത് ആകർഷിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് സാധിച്ച കേന്ദ്രങ്ങളാണ്. ഇടുക്കിയിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാൻ കാരണമെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. വിനോദസഞ്ചാരികളുടെ വരവ് കൂടുന്നതിനനുസരിച്ച് നിലവിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള കേന്ദ്രങ്ങളും വികസിക്കുന്നു എന്നുള്ളതാണ് സമീപകാല അനുഭവം. മൂന്നാർ എന്നുള്ളത് ഇപ്പൊ ലോകം അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. മൂന്നാർ എന്നത് വികസിച്ച് വട്ടവട, കാന്തല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കടക്കം ടൂറിസം വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യം. ചെറുതും വലുതുമായ 100-ലധികം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ഒരു ജില്ലയാണ് ഇടുക്കി. ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാർഷിക മേഖല ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കാർഷിക മേഖലക്കൊപ്പം പ്രധാന വരുമാന മാർഗമായി ടൂറിസവും ഇടുക്കി ജില്ലയിൽ മാറുന്നുണ്ട്. അഡ്വക്കേറ്റ് A. രാജ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വിഷയാവതരണം നടത്തി. ഉടുമ്പൻചോല MLA MM മണി, മുൻ MLA AK മണി തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. CPM ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കട്ടപ്പന ഏരിയയിൽ നടക്കുന്ന സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. MM മണി MLA യോഗം ഉദ്ഘാടനം ചെയ്തു. പുത്തൻ സാമ്പത്തിക നയങ്ങളും കാർഷിക പ്രതിസന്ധിയും എന്ന വിഷയത്തിൽ 15-ാം തീയതി വൈകിട്ട് 4-ന് കട്ടപ്പനയിൽ നടക്കുന്ന സെമിനാർ CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. CPM ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ തൊടുപുഴയിലാണ് നടക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. പുത്തൻ സാമ്പത്തിക നയങ്ങളും കാർഷിക പ്രതിസന്ധിയും എന്ന വിഷയത്തിൽ ജനുവരി 15-ന് കട്ടപ്പനയിൽ നടക്കുന്ന സെമിനാർ CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. ഇടുക്കിയുടെ വികസനം, വളർച്ച, ടൂറിസത്തിലൂടെ കാർഷിക വിരുദ്ധ വാണിജ്യ നയങ്ങളും ഏലത്തോട്ട മേഖലയും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും കേന്ദ്ര വനനിയമങ്ങളും കാർഷിക വിരുദ്ധ വാണിജ്യ നയങ്ങളും ഏലത്തോട്ടം മേഖലയും പുത്തൻ സാമ്പത്തിക നയങ്ങളും കാർഷിക പ്രതിസന്ധിയും തേയില വ്യവസായ പ്രതിസന്ധിയും പുനരുദ്ധാരണ നിർദ്ദേശങ്ങളും മതനിരപേക്ഷ ഇന്ത്യ നേരിടുന്ന വർത്തമാനകാല വെല്ലുവിളികൾ ഭൂപതിവ് നിയമവും അനുബന്ധ നിയമപ്രശ്നങ്ങളും എന്നീ വിഷയങ്ങളിൽ സെമിനാർ പ്രമുഖർ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന ഏരിയയിൽ നടക്കുന്ന സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം MLA MM മണി ഉദ്ഘാടനം ചെയ്തു. ആ തോട്ടത്തിൽ 50 തൊഴിലാളികളുണ്ട്. 50 തൊഴിലാളിക്ക് കൂലിയും വേലയും ആനുകൂല്യവും എല്ലാം കൊടുത്ത് ബോണസ് കമ്പനി ആനുകൂല്യം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ലാഭം കിട്ടും. യഥാർത്ഥത്തിൽ ലാഭം കിട്ടുന്നതിനാണ്
തൊഴിലാളി അധ്വാനിക്കുന്നതാണ്. എന്നാൽ തോട്ടം വാങ്ങിക്കാൻ മുതൽ മുടക്ക് നടത്തുന്ന മുതലാളിയുണ്ട്. അയാൾക്കൊരു മുതൽ മുടക്കുണ്ട്. അത് ഒന്നെങ്കിൽ വാങ്ങിൽ നിന്ന് പലിശ എടുക്കുമ്പോൾ ആ പലിശ അടയ്ക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ അതടച്ചു കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന നിശ്ചമൂല്യമാണ് മുതലാളി ലാഭമായി എടുത്തുണ്ടാവുക. ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സോദരൻ, ഏരിയ സെക്രട്ടറിമാരായ മാത്യു ജോർജ്, TSBC തുടങ്ങിയവർ സംസാരിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം വീർപ്പുമുട്ടുന്ന ഉപ്പുതറ കമ്മ്യൂണിറ്റി സെന്ററിൽ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു. സ്ഥിരം ഡോക്ടർമാരില്ലാതെ വന്നതോടെ ബുധനാഴ്ച മുതൽ ആശുപത്രിയിൽ വൈകുന്നേരങ്ങളിലെ OPയും കിടത്തി ചികിത്സയും നിർത്തി. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആശുപത്രിയിലെത്തുന്ന രോഗികൾ. കഴിഞ്ഞ ഡിസംബർ 31 തീയതിയാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രിയിലെ നോട്ടീസ് ബോർഡിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഉച്ചകഴിഞ്ഞ് OP ഉണ്ടായിരിക്കുന്നതല്ലെന്നും വൈകിട്ട് 6 മുതൽ രാവിലെ 9 മണിവരെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലെന്നുമുള്ള അറിയിപ്പ് പതിപ്പിച്ചിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായ ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ സിവിൽ സർജൻ ഉൾപ്പെടെ 7 സ്ഥിരം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകേണ്ടതാണ്. എന്നാൽ കരാർ അടിസ്ഥാനത്തിലുള്ള 3 ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളത്. ഇവർ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ മാത്രമാണ് ഡ്യൂട്ടിയിലുള്ളത്. ചിലപ്പോൾ ഒരു ഡോക്ടർ മാത്രമേ ഡ്യൂട്ടിയിൽ ഉണ്ടാകാറുള്ളൂ. ഇത് ആശുപത്രിയിലെത്തുന്ന തങ്ങളെ വലയ്ക്കുന്നതായി രോഗികൾ പറയുന്നു. ഞാൻ മേമയിൽ നിന്നാണ് വരുന്നത്. സ്ഥിരമായിട്ട് ഞാൻ ഗുളിക കഴിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഡോക്ടർ ഇല്ലെന്നാണ് പറഞ്ഞത്. അവിടെ നോക്കിയിരിക്കുന്നത് അല്ലെന്ന് എനിക്ക് ഷോക്ക് ഉണ്ടായി. ഒരു മുറിവുണ്ടായി. ഇവിടെ മുറിവുണ്ടായി കഴിഞ്ഞ് ഷോക്ക് ഉണ്ടായത്. അപ്പം അതിനുള്ള മരുന്ന് കഴിക്കും. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന അവിടെ റോഡ് പണി നാളെ തുടങ്ങുന്നതിന് തുടങ്ങിയ 2 മാസം പിന്നെ എനിക്ക് സ്ഥിരം കഴിക്കണം. മാസം വന്ന് മേടിക്കുന്ന അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമല്ലോ. ഉച്ചയ്ക്ക് 1:30 ശേഷം ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാർക്ക് ഡോക്ടർമാർ ഇല്ലാത്തത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കണ്ണമ്പടി വനമേഖലയിലെ 12 ആദിവാസി കുടിയിലെയും പൂട്ടിക്കിടക്കുന്ന 4 വൻകിട തോട്ടങ്ങളിലെയും ഉൾപ്പെടെ 100 കണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ പ്രവർത്തിക്കുന്നത്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആശുപത്രിയിലെത്തുന്ന രോഗികൾ ആവശ്യപ്പെട്ടു. മരുന്ന് മേടിക്കാൻ വേണ്ട ഡോക്ടേഴ്സ് ആരുമില്ല. ബാക്കി സ്റ്റാഫുകളെല്ലാം ഉണ്ട്. എനിക്കാണ് ഹിയറിംഗ് പ്രോബ്ലമായിട്ട് വന്നതാണ്. അതിൻ്റെ മരുന്നിൻ്റെ ആവശ്യമുണ്ട്. ആരോട് മേടിക്കാൻ ഡോക്ടേഴ്സ് ആരുമില്ല. ഇനിയിപ്പോൾ എന്താ മാർഗം? ആരെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകല്ലാണ്ട് നമുക്കായാലും ജീവിക്കേണ്ട പ്രശ്നമാണ്. ഈ ഒരു അവസ്ഥയാണ്. ഇപ്പം മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ ഈവനിങ്ങിൽ കാണും, ചിലപ്പോൾ ഈവനിങ് കാണും, ഉച്ചയ്ക്ക് കാണും. സിവിൽ സർജൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരെ നിയമിക്കാൻ തയ്യാറായില്ലെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തിയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ പറഞ്ഞു. ഇവിടെ ഇപ്പം 24 മണിക്കൂർ കാഷ്വാലിറ്റി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യമെങ്കിൽ അത് ഇല്ലെന്നായി. 5 മണി വരെ OP ഉണ്ടായിരുന്നു. 31/12/2024 മുതൽ ഇവിടെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ PGക്ക് പഠിക്കാൻ വേണ്ടി അദ്ദേഹം പോയി. ഇപ്പോൾ ഇവിടെ 12 മണിയാകുമ്പോൾ OP ഇല്ലെന്നാവുന്ന അവസ്ഥയാണ്. ഇവിടെ 2ഓ 3ഓ താൽക്കാലിക ഡോക്ടർമാരെ വെച്ചുകൊണ്ടാണ് ഈ ആശുപത്രി പഠിക്കുന്നത്. കാരണം ഈ ആശുപത്രി ചാർജ് ആലടി ആശുപത്രിയിലെ ഡോക്ടർക്കാണ് ചാർജ്. ഇവിടെ ഒരു അധികാരി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദപ്പെട്ട അധികാരി ഹെഡ് നേഴ്സാണ്. കാരണം വേറെ ആരും ഒരു ആധികാരികമായിട്ട് കാര്യം പറയാനില്ലാത്ത അവസ്ഥയാണ്. ആശുപത്രി കഴിഞ്ഞ ഒക്ടോബർ മാസം 4-ാം തീയതി തൊട്ട് അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റമായിട്ടില്ല. പുതുവത്സര സമ്മാനം എന്ന നിലയിൽ ഇവിടെ താൽക്കാലികമായിട്ടുണ്ടായിരുന്ന, അതായത് 5 മണി വരെ OP പ്രവർത്തിക്കുന്ന താൽക്കാലിക ഡോക്ടറെ വെച്ചുണ്ട്. ആ ഡോക്ടർ ഒരവസ്ഥ വന്നിരിക്കുകയാണ്. 500 OP വരുന്ന ഒരു ആശുപത്രിയാണ് ഇവിടെ. നോക്കിക്കേ, ആശുപത്രിയുടെ വാതിലുകളിൽ അടഞ്ഞു കിടക്കുന്നു. വളരെ ദുഃഖത്തോടെയാണ് പറയുന്നത്. ഒരു കാര്യം പറയുന്നു, ഞങ്ങൾ സമരം ശക്തമാക്കും. ഇത് വലിയൊരു ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ഈ നാട്ടുകാർ ഇറങ്ങി സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് പറയാനുള്ളത്. നിലവിൽ അയ്യപ്പൻകോവിൽ ആലടി ഫാമിലി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർക്കാണ് ഉപ്പുതറ CHCയുടെ അധിക ചുമതല നൽകിയിരിക്കുന്നത്. കല്ലാർ ഗ്രാമ്പി റോഡ് നിർമ്മാണം പുനരാരംഭിച്ചു. പിരമിഡ് MLA വാടൂർ സോമൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സത്രത്തിൽ നിന്നും ശബരിമല തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും എളുപ്പത്തിൽ പരുന്തുംപാറ വഴി ദേശീയപാത 183 എത്തിച്ചേരാൻ കഴിയും. റോഡ് നിർമ്മാണത്തിനായി 5 കോടി രൂപ അനുവദിച്ച പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും എസ്റ്റേറ്റ് ഉടമകൾ തർക്കം ഉന്നയിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരുന്നു. തുടർന്ന് എസ്റ്റേറ്റ് ഉടമകളുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരം കണ്ടെത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിരിക്കുന്നത്. 2.5 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സത്രത്തിൽ നിന്നും ശബരിമല തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും എളുപ്പത്തിൽ പരുന്തുംപാറ വഴി ദേശീയപാത 183 കല്ലാർ കവലയിൽ എത്തിച്ചേരാൻ കഴിയും. പാതയുടെ
നിർമ്മാണോദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. മെയ് മാസത്തിനുള്ളിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കട്ടപ്പന നഗരസഭയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വയോമിത്രം പദ്ധതി സംഘടിപ്പിച്ചു. ഓർമ്മച്ചെപ്പ് 2K25 എന്ന പേരിൽ നടന്ന പരിപാടിയിൽ വയോമിത്രം വാർഷികാഘോഷം, വയോജന സംഗമം, കലാവിരുന്ന് എന്നിവ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടിയുള്ള വിവിധ പരിപാടികളും വയോജനക്ഷേമ സ്ഥാപനങ്ങളിൽ അന്തേവാസികൾക്ക് പ്രത്യേകിച്ച് കരുതൽ നൽകുന്ന വിവിധ പരിപാടികളും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. അത്തരത്തിൽ കട്ടപ്പന നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും വയോജനങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓർമ്മച്ചെപ്പ് 2K25 എന്ന പേരിൽ നടന്ന പരിപാടിയിൽ വയോമിത്രം വാർഷികാഘോഷം, വയോജന സംഗമം, കലാവിരുന്ന് തുടങ്ങിയവ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ചില വീടുകളിൽ ചില അമ്മച്ചിമാരെ അപ്പച്ചന്മാരെയൊക്കെ മക്കൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഒട്ടു ചിലർത്തും അമ്മമാരും അല്ലെ അപ്പച്ചന്മാർ പറയും, മക്കൾ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. പക്ഷെ എനിക്കറിയാം നിങ്ങൾ ചിന്തിക്കുന്ന എന്താണെന്ന് തൊട്ടറിയാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ചെന്നാൽ മക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടാകുമോ? അതല്ല, കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ നിങ്ങളെല്ലാവരും ഇറങ്ങണം. വാർദ്ധക്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുന്നേത്തൊമ്മൻ വന്നിട്ടിവിടെ ഇന്നേക്കഞ്ചി താണ്ടുകളായി, ഇന്നീ മലബാർ തീരത്തുള്ളൊരു മാന്യൻ തന്നെ എന്നു പറയാ. പാലാം നാട്ടിലെത്തിയതൊമ്മനും 4-5 ഏക്കർ ഭൂമിയുമുണ്ട്. ശേലിനൊട്ടും കുറവില്ലാത്തൊരു ശീലാവതിയാണ് കുഞ്ഞമ്മ. താരക താത്തിനന്ദകത്തൈതാര താത്തിനന്ദകത്തൈതാര താത്തിനന്ദക താത്തിനന്ദക താത്തിനന്ദകത്തൈതാര. മാവേലി നാടൊന്നു വാണനാട്ടിൽ ബംഗാളി വന്നു നിറഞ്ഞുവല്ലോ. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം ബംഗാളി കൂട്ടമത്രേ. കള്ളവുമില്ലുമുണ്ട്, ജാതിയുമുണ്ട്, കള്ളത്തരങ്ങളോ ഏറെയുണ്ട്. ആദിയും വ്യാധിയും വന്നുപോയി, ബാലമരണവും കേൾക്കണുണ്ട്. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബിന്നി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. വയോമിത്രം കോർഡിനേറ്റർ ഷിൻഡോ ജോസഫ്, നഗരസഭാ സെക്രട്ടറി K അജി, കൗൺസിലർമാരായ സിബി പാറപ്പായി, ലീലാമ ബേബി, ബീന ജോബി, സിജു ചക്കുമൂട്ടിൽ, ജോയി ആനിത്തോട്ടം, പ്രശാന്ത് രാജു, തങ്കച്ചൻ പുരീടം തുടങ്ങിയവർ സംസാരിച്ചു. 300ഓളം വയോജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരുടെ കലാകായിക മത്സരം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിവിധങ്ങളായ സ്വർഗവാസനകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുകയും ആവശ്യമായ പ്രോത്സാഹനം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക കലോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചത്. പുറ്റടി SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഉദ്ഘാടനം ചെയ്തു. വിവിധ തരത്തിലുള്ള ഭിന്നശേഷിക്കാർക്കുള്ള സഹായങ്ങൾ ഗവൺമെൻറ്റുകൾ മാറി വരുന്ന ഗവൺമെൻറ്റുകൾ നടത്തപ്പെടുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ വർഷം തന്നെയാണ് എല്ലാവിധ തരത്തിലുള്ള ഭിന്നശേഷിക്കാർക്കുള്ള സഹായങ്ങൾ നമ്മൾ നൽകിയിട്ടുള്ളത്. ഈ വർഷം നമ്മൾ അതിനുള്ള പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. 10 സ്കോളർഷിപ്പും മുതൽ നമ്മൾ പല വിവിധ തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. എല്ലാ ആളുകളിലും അത് സുതാര്യമായി എത്തിച്ചേരുന്നതിന് വേണ്ടി ICDSനെ ഏൽപ്പിക്കുകയും അത് ICDS വഴി അംഗൻവാടി വർക്കേഴ്സിന് കൃത്യമായ രീതിയിലുള്ള എല്ലാ വാർഡ് തലത്തിലും ഒരു അംഗൻവാടിക്ക് കീഴിലുള്ള എല്ലാ ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരെയും മാറ്റി നിർത്താതെ കൃത്യമായ രീതിയിൽ തന്നെ ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് തലത്തിൽ നല്ല കിട്ടുന്ന പദ്ധതികൾ നല്ല രീതിയിൽ അവർക്ക് നൽകുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗം സൂസൻ ജേക്കബ് അധ്യക്ഷയായിരുന്നു. പൊതുപ്രവർത്തകൻ ജോസ് ഇരട്ടമുണ്ടക്കൽ, സംഗീത അധ്യാപകൻ ചന്ദ്രൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബീന ജോൺസൺ, ഷൈനി റോയി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ GP രാജൻ, സിസ്ലി സജി, ICDS സൂപ്പർവൈസർ ബിന്ദു K, ജാൻസി റജി തുടങ്ങിയവർ സംസാരിച്ചു.
ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലാകായികമേള നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്നേഹക്കൂട് എന്ന പേരിലാണ് ഭിന്നശേഷി കലാകായികമേള സംഘടിപ്പിച്ചത്. വിപുലമായ രീതിയിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. ICDSും ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ടാണ് കലാമേള ഒരുക്കിയത്. സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്നേഹക്കൂടെന്ന പേരിൽ ഈ കലോത്സവം നിൽക്കുമ്പോൾ നിങ്ങളെല്ലാം ഒരു പൂമ്പാറ്റകളായാണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ വേദിയിലിരിക്കുന്നവർക്കെല്ലാം മനസ്സിലാകുന്നത്. കാരണം ഇന്ന് ഇതുപോലുള്ള കലോത്സവം സംഘടിപ്പിക്കുമ്പോൾ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസക്കാലം ഞങ്ങളുടെ എല്ലാം കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 14 മെമ്പർമാരും അതുപോലെ ICDSും അതുപോലെ അംഗൻവാടി ടീച്ചർമാരും എല്ലാം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഈ കലോത്സവം ഏറ്റവും നല്ലൊരു കലോത്സവമായി മാറ്റാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. മേളയിൽ കുട്ടികൾ അവതരിപ്പിച്ച കലാമൂല്യമുള്ള പരിപാടികൾ ഏറെ ശ്രദ്ധയാകർഷിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി, ബിൻസി ജോണി, സെക്രട്ടറി ബി ധനേഷ്, ത്രസ്യാമ ജോൺ, ലിസി ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന നരിയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വിശുദ്ധ ദൈവമാതാവിന്റെ വലിയ പെരുന്നാൾ സമാപിച്ചു. 5 ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. ഡിസംബർ 29-ാം തീയതി പ്രഭാത നമസ്കാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം പെരുന്നാൾ കൊടിയേറ്റ് നടന്നു. തുടർന്ന് ദേവാലയത്തിലെ ഭക്ത സംഘടനകളുടെ വാർഷികവും നടന്നു. ജനുവരി 2-ാം തീയതി രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം, 7:30 വിശുദ്ധ കുർബാന, 9 മണിക്ക് പിതൃസ്മൃതി, തുടർന്ന് ആദിഫല ശേഖരണം എന്നിവ നടന്നു. 3-ാം തീയതി സ്വർണ്ണവിലാസം ചാപ്പലിലായിരുന്നു വിശുദ്ധ കുർബാന. വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് സന്ധ്യാ നമസ്കാരവും തുടർന്ന് 20 ഏക്കർ കുരിശുടിയിലേക്ക് പ്രദക്ഷിണവും നടന്നു. പെരുന്നാളിന്റെ സമാപന ദിവസം കോട്ടയം സെൻട്രൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ തോമസ് ജോർജിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടന്നു. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന, പെരുന്നാൾ സന്ദേശം, പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം, ആശീർവാദം എന്നിവയും ഒരുക്കിയിരുന്നു. നേർച്ച വിളമ്പോടും ആദിഫല ലേലത്തോടും കൂടി പെരുന്നാളിന് കൊടിയിറങ്ങി. ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് വാലയിൽ, കൈസ്ഥാനി ജോർജ് മാത്യു പുതുപ്പറമ്പിൽ, സെക്രട്ടറി VT വർഗീസ് വാഴയിൽ എന്നിവർ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഉപ്പുതറ പരപ്പ് CMI മാർത്തോമ ഭവനിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവന്ന വിശുദ്ധ ചവറയച്ചന്റെ തിരുനാളും തിരുശിഷ്പുകളുടെ വണക്കവും സമാപിച്ചു. ഡിസംബർ 26 മുതൽ ജനുവരി 3 വരെയായിരുന്നു തിരുനാൾ നടന്നത്. വിപുലമായ പരിപാടികളോടെയാണ് ഉപ്പുതറ പരപ്പ് CMI മാർത്തോമ ഭവനിൽ വിശുദ്ധ ചവറപ്പിതാവിന്റെ തിരുനാൾ ആഘോഷങ്ങൾ നടന്നത്. ഇതോടൊപ്പം 1500ഓളം വിശുദ്ധരുടെ തിരുശിഷ്പ് വണക്കവും ഒരുക്കിയിരുന്നു. തിരുനാളിന്റെ സമാപന ദിവസം വൈകിട്ട് 5 മണിക്ക് ഫാദർ ജോബിൻ മഞ്ഞക്കാലായിലിന്റെ നേതൃത്വത്തിൽ ആഘോഷമായ കുർബാനയും നൊവേനയും നടന്നു. തുടർന്ന് മാർ ജേക്കബ് മുരിക്കൻ പിതാവ് വിശ്വാസികൾക്ക് സന്ദേശം നൽകി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ക്രൈസ്തവനായിട്ട് സഭയിലേക്ക് എത്തിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഈ കാര്യമാണ്. അനുഗ്രഹമാകുക എല്ലാവർക്കും, കുടുംബക്കാർക്കും നാട്ടുകാർക്കും മാത്രമല്ല എല്ലാവർക്കും അനുഗ്രഹമാകാൻ തക്കവിധം ഭൂമിയിൽ ജീവിക്കുക. ആ ഒരു ലക്ഷ്യത്തെ അതിൻ്റെ മനുഷ്യസാധ്യമായ പൂർണ്ണതയ്ക്ക് ഉൾക്കൊണ്ട വ്യക്തിയാണ് വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ്. പരപ്പ് കുരിശടിയിലേക്ക് ജപമാല പ്രദക്ഷിണവും നടന്നു. ഫാദർ ജോൺസൺ പന്തലാനിക്കൽ, ഫാദർ ലിജോ കൊച്ചുവീട്ടിൽ, റോയി പുതുപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരുനാൾ ആഘോഷങ്ങൾ നടന്നത്. ഉപ്പുതറ പരപ്പ് CMI മാർത്തോമ ഭവനിൽ വിശുദ്ധ ചാവറയച്ചന്റെ തിരുനാളിനോടനുബന്ധിച്ച 1500ഓളം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ പ്രദർശനം നടന്നു. നിരവധി വിശ്വാസികൾ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പ്രാർത്ഥനകൾക്കുമായി മാർത്തോമ ഭവനിലെത്തി. ഉപ്പുതറ പരപ്പ് CMI മാർത്തോമ ഭവനിലാണ് 1500ഓളം വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകളുടെ പ്രദർശനമൊരുക്കിയത്. ഡിസംബർ 26 മുതൽ ജനുവരി 3 വരെ നടന്ന വിശുദ്ധ ചവറപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചാണ്
തിരുശേഷിപ്പുകളുടെ പ്രദർശനമൊരുക്കിയത്. പരിശുദ്ധ മാതാവിന്റെ ശിരോവസ്ത്രം അലങ്കരിച്ച പാലിയത്തിന്റെ അംശം, വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ അരക്കച്ചിയുടെ അംശം, 12 അപ്പോസ്തലന്മാരുടെ തിരുശേഷിപ്പുകൾ എന്നിവയും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. അരുണാചൽ പ്രദേശ് ഫാദർ എഫ്രേം കുന്നപ്പള്ളിയും മറ്റ് സഹ വൈദിക വിദ്യാർത്ഥികളും കാർലോ അക്കിറ്റേസ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഏഷ്യ അതിൻ്റെ പ്രസിഡൻ്റായ ജോയ്സ് അപ്രയം ചേർന്ന് ഇവിടെ 1500ഓളം വിശുദ്ധ തിരുശേഷിപ്പുകൾ പ്രദർശിപ്പിച്ചു. ഇതിൽ പ്രധാനപ്പെട്ടത് യേശുവിനെ കുരിശിൽ തറച്ച കുരിശിൻ്റെ അംശം, യേശുവിൻ്റെ തലയിൽ തറച്ച മുള്ളിൻ്റെ അംശം, മാതാവിൻ്റെ ശിരോവസ്ത്രത്തിൻ്റെ അംശം, യേശുപിതാവിൻ്റെ പാലിയത്തിൻ്റെ അംശം, മറ്റ് 12 സ്ത്രീയന്മാരുടെയും വസ്ത്രങ്ങളുടെ അംശം ചേർന്ന അത് പ്രധാനപ്പെട്ട തിരുശേഷിപ്പായി ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നു. കൂടാതെ ദേവസായം പിള്ളയുടെ തിരുശേഷിപ്പ്. തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നിരവധി ആളുകൾ CMI ഭവനിൽ എത്തി. ഫാദർ എഫ്രേം കുന്നപ്പള്ളി, അരുൺ ചെമ്പകശ്ശേരിയിൽ, അരുൺ പാറയ്ക്കൽ, ഏഷ്യൻ കാർലോ അക്യൂട്ടീസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ്സ് അപ്രേം എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുശേഷിപ്പ് വണക്കം ഒരുക്കിയിരുന്നത്. അത്ഭുത ഉറവയുടെ തീർത്ഥാടന കേന്ദ്രമായ കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ കൊടിയേറ്റുകർമ്മം നിർവഹിച്ചു. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള അത്ഭുത ഉറവയുടെ തീർത്ഥാടന കേന്ദ്രമായ കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനാണ് കൊടിയേറിയത്. നമ്മിലുണ്ടാകേണമെന്നുമെന്നും ജനുവരി 5-ാം തീയതി ഞായറാഴ്ച തിരുനാൾ കുർബാനയും തുടർന്ന് പ്രദക്ഷിണവും നടക്കും. കോഴിക്കോട് റെഡ് ഐഡിയാസ് നയിക്കുന്ന മെഗാ ഗാനമേളയും തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇടവക സഹവികാരി ഫാദർ ജേക്കബ് കളത്തിക്കാട്ടിൽ, റോഷൻ കദളിക്കാട്ടിൽ, ബിജു മനക്കപ്പറമ്പിൽ, ജൻസൺ കണിയാംകണ്ടത്തിൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ ജൈവ വളവിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5 ലക്ഷം രൂപയാണ് വളം വിതരണത്തിന് നീക്കിവെച്ചത്. 350 കർഷകർക്കാണ് 50 കിലോ വീതം ജൈവ വളം വിതരണം ചെയ്യുന്നത്. കർഷകർ 450 രൂപ അടയ്ക്കുമ്പോൾ 50 കിലോ ജൈവവളം ലഭിക്കും. പഞ്ചായത്തിന്റെ പദ്ധതികളിൽ പ്രാമുഖ്യം കൃഷിക്കാണെന്ന ജൈവവളങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനി മാത്യു, ജൈനമ്മ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഉപയോഗശൂന്യമായ സ്കൂൾ ബാഗുകളും ചെരുപ്പുകളും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ആമയുടെ ശില്പമുണ്ട് ഇടുക്കിയിൽ. നെടുങ്കണ്ടം പുഷ്പക്കണ്ടം ഗവൺമെന്റ് LP സ്കൂളിലാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹര ശില്പം ഒരുക്കിയിരിക്കുന്നത്. ചരിത്രാതീത കാലത്തിന്റെ ഓർമ്മകൾ നൽകുന്ന നന്നങ്ങാടി ഉൾപ്പെടെ നിരവധി നിർമ്മിതികൾ ഒരുക്കിയിരിക്കുന്ന പുഷ്പക്കണ്ടം ഗവൺമെന്റ് സ്കൂളിന്റെ വിശേഷങ്ങളിലേക്ക്. 400 സ്കൂൾ ബാഗുകളും 2000 ചെരുപ്പുകളും ഉപയോഗിച്ചാണ് സ്കൂൾ മുറ്റത്ത് ആമശില്പമൊരുക്കിയത്. കുട്ടികളുടെ വീടുകളിൽ നിന്നാണ് ഉപയോഗശൂന്യമായ ബാഗുകളും ചെരുപ്പുകളും ശേഖരിച്ചത്. തികയാതെ വന്നവ നെടുങ്കണ്ടം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നും ശേഖരിച്ചു. തെർമോക്കോളും പെട്രോളും സംയോജിപ്പിച്ചു തയ്യാറാക്കിയ പ്രത്യേക മിശ്രിതം ഉപയോഗിച്ചാണ് ഇവ കൂട്ടിയോജിപ്പിച്ചത്. SSK സ്റ്റാർസ് പദ്ധതി പ്രകാരം പുഷ്പക്കണ്ടം ഗവൺമെന്റ് സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ് വർണ്ണക്കൂടാരം. 30 തീമുകളെ അടിസ്ഥാനമാക്കി 13 ഇടങ്ങളിലായി അകത്തും പുറത്തുമായി ഇത് സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിലൂടെ കുട്ടികൾക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും പഠന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് സഹായിക്കുന്നു. എടുത്തു പറയത്തക്ക മറ്റൊരു സവിശേഷത, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ സ്വീകരിച്ച പഴയ ബാഗുകളും ചെരുപ്പുകളും ഉപയോഗിച്ചിരിക്കുന്ന ആമയുടെ ശില്പമാണ്. അതോടൊപ്പം തന്നെ പഴയകാല ഓർമ്മയിലേക്ക് മടങ്ങിപ്പോകുന്നതിനായി
സജ്ജീകരിച്ചിരിക്കുന്ന മൺവീടും നന്നങ്ങാടിയുമെല്ലാം ഏറെ ആകർഷണീയമാണ്. കുട്ടികളുടെ പഠനാന്തരീക്ഷം മികച്ചതാക്കുന്നതിനായി സ്റ്റാർസ് പദ്ധതി പ്രകാരം നിരവധി പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. ചരിത്രാതീത കാലത്തിന്റെ നിരവധി ശേഷിപ്പുകൾ ലഭിച്ചിട്ടുള്ള പ്രദേശമാണ് പുഷ്പകണ്ഠവും സമീപ മേഖലയായ അണക്കരമിട്ടും. ഇത്തരം അറിവുകൾ കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനായി നന്നങ്ങാടിയുടെ മാതൃകയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇടുക്കിയുടെ കുടിയേറ്റകാല ഓർമ്മകളുടെ പ്രതീകമായ മൺവീടും ട്രാഫിക് നിയമങ്ങൾ മനസ്സിലാക്കുന്നതിനായി റോഡും ട്രാഫിക് സിഗ്നലുകളുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളും ഊഞ്ഞാലുമൊക്കെയായി കൊച്ചു കുട്ടികൾ ഇവിടെ പഠനം ആഘോഷമാക്കുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലയ്ക്ക ലേല വിവരം. ആകലോട്ട് 84, വിൽപ്പനയ്ക്ക് വന്നത് 12,927, വിൽപ്പന നടന്നത് 12,434. കൂടിയ വില 3,297, ശരാശരി വില 3,093. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 630 രൂപ, ഏലം കൂടിയ വില 3100, ഏലം ശരാശരി വില 2900. കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പൂ 925, കൊക്കോ 150, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,215 രൂപ, വെള്ളി 99. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വനാതിർത്തിയോട് ചേർന്ന ജനവാസ മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ PJ ജോസഫ് MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വനാതിർത്തിയോടനുബന്ധിച്ച് 10 കിലോമീറ്ററോളം ദൂരത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കേണ്ടി വരുമെന്ന് വിലയിരുത്തൽ. ഫെൻസിംഗ് സ്ഥാപിക്കാൻ MLAയും MP യും ചേർന്ന് 18 ലക്ഷം രൂപ അനുവദിച്ചു. മൂന്നാറിലെ സർക്കാർ അതിഥി മന്ദിരത്തോട് ചേർന്ന് വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളോടനുബന്ധിച്ച് സൗകര്യപ്രദവും മനോഹരവുമായ അതിഥി മന്ദിരങ്ങൾ ആരംഭിക്കുകയെന്നത് ടൂറിസം വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് മന്ത്രി. PV അൻവറുമായി ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. അൻവറിന്റെ നിലപാടുകളോട് യോജിപ്പുണ്ട്. BJP പ്രവേശനം മാധ്യമ സൃഷ്ടിയാണെന്നും ഇപ്പോഴത്തെ MLA തന്റെ പേര് വെട്ടുന്നതായും S രാജേന്ദ്രൻ. കട്ടപ്പനയിലെ ട്രേഡിംഗ് സ്ഥാപനത്തിൽ നിന്ന് 120 കിലോ ഏലക്ക മോഷണം പോയി. മോഷണം നടന്നത് തോപ്രാങ്കുടി മുണ്ടിയാങ്കൽ ബിബിൻ മാത്യുവിന്റെ ഉടമസ്ഥതയിൽ ജ്യോതിസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന RMS സ്പൈസസിൽ. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് ദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.